السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه الفائزين برضا الله. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ليس شيء أكرم على الله من الدعاء. قال رسول الله ألا إنما الدنيا كأحلام نائم وما حال عيش لا يكون بدائم. تأمل إذا ما نلت باللمس لذة فافنيتها هل أنت إلا كحلمي. ഉമ്മത്ത് സയ്യിദന മുഹമ്മദ്. ഈ ലോകവും അതിലുള്ള ആർഭാടങ്ങളും നശിക്കുന്നതും മരിക്കുന്നതാണു ജനങ്ങളും. വസിക്കുന്ന ഭൂമിയിൽ എത്ര ചുവടുകളുണ്ട്, ചുവടിനടിയിൽ എത്ര ഖബറുകളുണ്ട്. നേതാക്കളും അതിലുണ്ട്, ആലിമുമുണ്ട്, രണവീരരുണ്ട്, പ്രഭുക്കളും പലരുണ്ട്. യുവാക്കളും അതിലുണ്ട്, യുവതികളുണ്ട്, മാതാപിതാക്കളും എത്രയോ അതിലുണ്ട്. സുഖലോലുപന്മാരായി കഴിഞ്ഞവരല്ലേ സുബ്ഹാന റബ്ബി മുഴുവനും പോയില്ലേ. മണ്ണിൻ്റെ അടിയിൽ താമസമായില്ലേ, പുല്ലും മുളച്ച ഖബർ കാടായില്ലേ. ഇന്നല്ല എങ്കിൽ നാളെ ഞാനും നിങ്ങളും പോകേണ്ടവരാണല്ലയോ അതിനുള്ളിലോ. ഉമ്മത്ത് സയ്യിദന മുഹമ്മദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാനമുള്ള ഈ മഹല്ലിൻ്റെ കമ്മിറ്റി ഭാരവാഹികളെ, കാർന്നവന്മാരെ, സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പറയലും കേൾക്കലും പിരിയലും സ്വാലിഹായ അമലായി അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇരു വീട്ടിലും അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്തു തരട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ.
നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ മുഴുവൻ ആളുകളെയും അള്ളാഹു അവൻ്റെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും അള്ളാഹു ഒരുമിപ്പിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ഈ ലോകത്തോട് വിട പറയേണ്ട ആളുകളാണ്. മരിക്കുന്ന സമയം ഓർമ്മയോടെ, ഉച്ചാരണ ശുദ്ധിയോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കുന്ന സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് അള്ളാഹുവിൻ്റെ ഭവനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഉപകാരപ്രദമായ നാഫിയായ ഇൽമിൽ ഉൾപ്പെടുത്തട്ടെ. ഇരു വീട്ടിലും അള്ളാഹു സ്വീകരിക്കുന്ന അമലാക്കി തരുമാറാവട്ടെ. നമ്മളെല്ലാവരും ഈ ലോകത്തോട് വിട പറയേണ്ട ആളുകളാണ്. ഞാൻ ആമുഖമായി ചൊല്ലിയ ബെയ്ത്താണത്. അലാ ഇന്ന മദ്ദുന്യാ കഅഹ്ലാമി നായിമി വമാ ഹാലു ഐശിൽ ലാ യകൂനു ബിദായിമി. ഈ ദുനിയാവ് ഒരു സ്വപ്നം കാണുന്ന ഒരു ഉറക്കക്കാരൻ്റെ സ്വപ്നം പോലെയാണ് ഈ ദുനിയാവ്. ഐഹിക ലോകവും നമ്മളും തമ്മിലുള്ള ബന്ധം ഒരു സ്വപ്നം പോലെയാണ്. എന്താ ഇപ്പം ഉണ്ടായി? ഓരോരുത്തർക്കും ഇപ്പം എത്രച്ച വയസ്സായി, എന്തൊക്കെ ഇപ്പം ഉണ്ടായി, ഇനി എന്താണ് ഉണ്ടാവാൻ പോണത്, എന്തൊക്കെ ഇപ്പം ഉണ്ടായി? ഒന്നും നമ്മൾ ഉദ്ദേശിച്ചതല്ല നടന്നത്. നമ്മൾ ഉദ്ദേശിച്ചല്ല. ഇനി നടക്കാൻ പോകുന്നതൊന്നും നമ്മൾ ഉദ്ദേശിച്ചതല്ല നടക്കാൻ പോകും. ഒക്കെ യാന്ത്രികമായി അങ്ങനെ നടന്നു പോകും. ഏതുപോലെ അഹ്ലാമി നായിമി, ഒരു സ്വപ്നം, ഒരു ഉറക്കക്കാരൻ്റെ സ്വപ്നം പോലെ. ഒരു ശക്തമായ ഒരു ഉറക്കത്തിൽ പെട്ട ഒരാൾ കാണുന്ന സ്വപ്നം പോലെയാണ് ഈ ലോകത്തുള്ള ജീവിതം. എന്നാൽ യഥാർത്ഥത്തിൽ വമാ ഹാലു ഐശിൽ ലാ യകൂനു ബിദായിമി, എപ്പോഴും എന്തും ആവാം എന്ന നിലയിലുള്ള ഈ ജീവിതത്തിന് എന്തർത്ഥമുള്ളത്? വമാ ഹാലു ഐശിൽ ലാ യകൂനു ബിദായിമി, എപ്പോഴും ആവാം, എന്തും ആവാം. ഞങ്ങൾ അവിടെ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. അതെങ്ങനെ മരിച്ചെന്ന് വെച്ചാൽ, രാവിലെ മരം വെട്ടാൻ വേണ്ടി ഓൻ്റെ വീട്ടിൽ നിന്ന് പോയത്. ഓൻ മരം വെട്ടുകാരൻ നൗഷാദ്. ഓൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ആരോഗ്യമുള്ള സുമുഖനായ കരുകരുത്തുള്ള ചെറുപ്പക്കാരൻ. ഓനൊരു 11-12 മണിയുടെ ഉള്ളിൽ ഓൻ്റെ ജോലിയൊക്കെ തീർത്ത് നല്ല റാഹത്തായി പള്ളിയിൽ വന്ന് ഇബാദത്തെടുക്കുന്ന ചെറുപ്പക്കാരനാണ്. ഇബാദത്തിൽ മുൻപന്തിയിലാണ്, നല്ലോണം അധ്വാനിക്കും. രാവിലെ മരം വെട്ടാൻ പോയി. മരം വെട്ടുന്നതിൽ അതിവിദഗ്ധനായ ആളാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഖളാ, വെട്ടാത്ത മരം, വെട്ടണ മരമല്ല, വെട്ടാത്ത മരം, തൊട്ടടുത്ത് നിൽക്കണ മരം അവൻ്റെ ദേഹത്തേക്ക് വീണു. അവൻ മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുന്നു. രാവിലെ എന്ത് റാഹത്തോടുകൂടെ വീട്ടിൽ നിന്ന് പോകുന്ന ആളുകളാ നമ്മളിൽ പല ആളുകളും. ആ ആളുകൾ പിന്നീട് വരുന്നത് ഏത് രൂപത്തിലാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇനി നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്താ? വമാ ഹാലു ഐശിൽ ലാ യകൂനു ബിദായിമി, ഒരു സ്ഥിരതയും പറയാൻ പറ്റാത്ത, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ പരിസരത്തുള്ള ഈ ഖബറാളികൾ, നേതാക്കളും അതിലുണ്ട്, ആലിമുമുണ്ട്, രണവീരരുണ്ട്, പ്രഭുക്കളും പലരുണ്ട്, യുവാക്കളും അതിലുണ്ട്, യുവതികളുണ്ട്,
മാതാപിതാക്കളും എത്രയോ അതിലുണ്ട്. സുഖലോലുപന്മാരായി കഴിഞ്ഞവരല്ലേ സുബ്ഹാന റബ്ബി മുഴുവനും പോയില്ലേ. മണ്ണിൻ്റെ അടിയിൽ താമസമായില്ലേ, പുല്ലും മുളച്ച ഖബർ കാടായില്ലേ. ഇന്നല്ല എങ്കിൽ നാളെ ഞാനും നിങ്ങളും പോകേണ്ടവരാണല്ലയോ അതിനുള്ളിലോ. ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ പള്ളിയുടെ ഭരണകർത്താക്കളായ ആളുകൾ, ഈ നാടിൻ്റെ നേതാക്കളായ ആളുകൾ, ആലിമീങ്ങളായ ആളുകൾ, സയ്യിദന്മാരായ ആളുകൾ, യുവാക്കളായ ആളുകൾ, യുവതികളായ ആളുകൾ, കുഞ്ഞുമക്കള്, എത്രയോ കാലം ജീവിക്കാൻ ആശിച്ച ആളുകള്, ആ ആളുകളൊക്കെ ഇപ്പൊ എവിടെ പോയി? ആ ആളുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താ? മണ്ണിൻ്റെ അടിയിൽ താമസമായില്ലേ, പുല്ലും മുളച്ച ഖബർ കാടായില്ലേ. ഇപ്പൊ ഞമ്മക്കൊന്നും അറിയില്ല. ആ മരിച്ചുപോയ ആളുകളുടെ ഖബർ തന്നെ അറിയില്ല. ഞമ്മളവിടെ തീരെ അറിയില്ല. ഇനി ഖബർ ഉള്ളോടത്ത് അറിയോ? ഖബർ ഉള്ളോടത്തും അറിയില്ല. ഒക്കെ പോയി. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? അതുകൊണ്ടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ആ മരണം മുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? മയ്യത്ത് കാണുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? തല താടി ചേർത്തും കൊണ്ട് കെട്ടും നിന്നെ, ഓർത്തൊന്ന് നോക്ക് സഹോദരാ നീ ഇന്നേ. ഇതിനാണ് മയ്യത്ത് കാണേണ്ടത്. എന്തിനാ ഈ ആൾക്കാർ തിരക്കി പോയിട്ട് മയ്യത്ത് കാണുന്നത്? മയ്യത്ത് കാണുന്നതിൽ ഒരു പുണ്യമല്ല. നല്ല ശ്രദ്ധിച്ചോളി. മയ്യത്ത് കാണുന്നതിൽ ഒരു പുണ്യമല്ല. കാണാവുന്ന മയ്യത്തുകൾ ആരെയാണ്? ആലിമീങ്ങളുടെ, സയ്യിദന്മാരുടെ, നേതാക്കന്മാരായ ആളുകളുടെ മയ്യത്ത് കാണുന്നതിൽ പുണ്യമുണ്ട്. പറ്റുമെങ്കിൽ ആ മയ്യത്തിന്റെ നെറ്റിയിൽ ഒന്ന് ചുംബിക്കുന്നതിലും പുണ്യമുണ്ട്. അല്ല ശ്രദ്ധിച്ചോളിതാണ്. എന്നാൽ സാധാരണക്കാരന്റെ മയ്യത്ത് എന്തിനാ കാണണത്? എന്തിനാണ് ഇങ്ങനെ ക്യൂ നിന്നിട്ട് തിരക്കിയിട്ട് ഇങ്ങനെ പോയിട്ട് ഒന്ന് എത്തി നോക്കണത്? എന്തിനാ? കാണുന്നതിൽ വല്ല പുണ്യവുമുണ്ടോ? യാതൊരു പുണ്യവുമില്ല. ഇല്ലാ വാഹിദ, ഒരു കാര്യമല്ലാതെ. എല്ലാവരും മയ്യത്ത് കാണാൻ ക്യൂ നിൽക്കണുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്? ഓനല്ലേ ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ടത്, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് കണ്ടത്. അതിലും വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഇപ്പോ എന്തിനാ അങ്ങനെ കാണണത്? കാണുന്നതിൽ യാതൊരു പുണ്യവുമില്ല. ഇല്ലാ വാഹിദ, ഒരു കാര്യമല്ലാതെ. ഏതാണ് ആ കാര്യം? തല താടി ചേർത്തും കൊണ്ട് കെട്ടും നിന്നെ, ഓർത്തൊന്ന് നോക്ക് സഹോദരാ നീ ഇന്നേ. നിനക്കുള്ള ദ്വാരമിൽ പഞ്ഞിയും വെക്കൂലേ, കാണേണ്ടവർ കണ്ടോ അവർ പറയൂലേ. ഒരാൾ അടുത്തിരുന്നിട്ട് തുണി പൊന്തിച്ച് കാണിച്ചു തരുമല്ലോ മയ്യത്തിന്റെ. എന്താ അതിന്റെ അർത്ഥം? കാണേണ്ടവർ കണ്ടോ, കാണേണ്ടവർ കണ്ടോ, കാണേണ്ടവർ കണ്ടോ അവർ പറയൂലേ. ഈ കിടക്കണ രൂപം, ഈ താടിയും തലയും കൂട്ടിക്കെട്ടി മൂക്കിലും കാതിലും കൺതടങ്ങളിലും വായുഭാഗത്തും പഞ്ഞി വെച്ച് കിടക്കണ ഈ രൂപം കാണേണ്ടവർ കണ്ടോ അവർ പറയൂലേ. ബോധക്ഷയത്താൽ ഭാര്യയും ഉരുളൂലേ, ബോധക്ഷയത്താൽ ഭാര്യയും ഉരുളൂലേ. താങ്ങിക്കിടത്താൻ ചിലരുടൻ കൂടൂലേ. അവന്റെ പ്രിയപ്പെട്ട ഭാര്യ ബോധം കെട്ട് വീഴ, അവനിങ്ങനെ തലയും താടിയും കൂട്ടിക്കെട്ടിയിട്ട് കൺതടങ്ങളിലും വായ്ഭാഗത്തും പഞ്ഞി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോ അരുമക്കിടാങ്ങള് ബാപ്പയെ വിളിക്കൂലേ,
അതിനുത്തരം ചെയ്യാതെ നീ കിടക്കൂലേ. അതാണ് മയ്യത്ത് കാണുന്നതിൻ്റെ. മയ്യത്ത് എന്തിനാ കാണുന്നത്? പടച്ചോനെ, ഇങ്ങനത്തെ ഒരു സമയം എനിക്ക് വരാനുണ്ടല്ലോ റബ്ബേ. കൺതടങ്ങളിലും മൂക്കിലും വായ്ഭാഗത്തും പഞ്ഞി വെച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ആളുകളൊക്കെ പരിസരത്ത് നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു രംഗം എനിക്ക് വരാനുണ്ടല്ലോ. ആ രംഗം ഇങ്ങനെ ഉണ്ട് നോക്കിയാൽ, അല്ലാഹ്, ഇങ്ങനത്തെ ഒരു രംഗം എനിക്ക് വരാനുണ്ടല്ലേ. അപ്പോ ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ച് ഓർക്കല. ഇനി അവിടുത്തെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാ. അവിടുത്തെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാ. അവന്റെ അടുത്ത മയ്യത്ത് കടത്തിയ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച മയ്യത്ത് കട്ടില് അവൻ കാണുമ്പോഴും, പടച്ചവനെ, ഇങ്ങനത്തെ ഒരു വാഹനത്തിൽ എനിക്ക് യാത്ര ചെയ്യണമല്ലോ റബ്ബേ. അവന്റെ പരിശുദ്ധമായ ആ വീട്ടിൽ നിന്ന്, ശ്രേഷ്ഠമായ ആ വീട്ടിൽ നിന്ന്, വഖൽഫി കരീമാതുൻ അലയ്യ ബവാകിയാ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇത്രതി യുനാദൗന ഖൽഫൻ നഅ്ശി മല്ലാ യുജീബുഹും വഖദ് കുന്തു ഫിദ്ദുനിയാ സരീഅൻ ഇജാബതി. അവസാനത്തെ ഒരു യാത്ര ഉണ്ട്. ഞാൻ പട്ടാമ്പിക്ക പോയി വരാന്ന് പറഞ്ഞിട്ട് ഒരാ വണ്ടിയിൽ ഇരുന്നിട്ട് ഗ്ലാസ് താത്തിയിട്ട് വീട്ടിലേക്ക് നോക്കിയിട്ട് പറഞ്ഞില്ലേ ഇപ്പൊ വരട്ടാന്ന് പറഞ്ഞിട്ട് പോകൂലേ, അങ്ങനത്തെ ഒരു യാത്ര. അങ്ങനെ എത്ര 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 യാത്ര പോയി. ഈ യാത്രയാണെങ്കിലോ, ഈ യാത്ര അന്ത്യയാത്രയാണ്, ഒടുക്കത്തെ യാത്രയാണ്, പോയിട്ട് വരാമെന്ന് പറയാത്ത യാത്ര. ആ യാത്രയിൽ പോകുമ്പോൾ പുറകിൽ നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണൊന്ന് ചിന്തിക്കണം. ആര് ചിന്തിക്കണം? നമ്മൾ ചിന്തിക്കണം. ആരൊക്കെയാണ് ആ പുറകിൽ നിൽക്കുന്നത്? വഖൽഫി കരീമാതുൻ അലയ്യ ബവാകിയാ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇത്രതി. അവന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, അവന്റെ പ്രിയപ്പെട്ട മക്കളുണ്ട്. യുനാദൗന ഖൽഫൻ നഅ്ശി മല്ലാ യുജീബുഹും വഖദ് കുന്തു ഫിദ്ദുനിയാ സരീഅൻ ഇജാബതി. അവരൊക്കെ ഓരോരുത്തരും വിളിക്കണ വിളികൾ വിളിക്കുന്നുണ്ട്. വാപ്പാന്ന് വിളിക്കുന്നുണ്ട് മക്കള്, മോനേന്ന് വിളിക്കുന്നുണ്ട് ഉമ്മ, അതുപോലെ ഇക്കാക്കാന്ന് വിളിക്കുന്നുണ്ട് പെങ്ങള്. പക്ഷേ യുനാദൗന ഖൽഫൻ നഅ്ശി മല്ലാ യുജീബുഹും വഖദ് കുന്തു ഫിദ്ദുനിയാ സരീഅൻ ഇജാബതി. ദുനിയാവിൽ പെട്ടെന്ന് വിളി കേട്ടിരുന്ന അവൻ ഇതാ ആർക്കും വിളി കേൾക്കാതെ ഒരു പ്രത്യേകമായ ഈണത്തിൽ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്തേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവന്റെ വീട്ടിൽ നിന്ന് ഈ പ്രത്യേകമായ കലിമത്തോടുകൂടി യാത്രയാക്കുമ്പോ കൂടെയുള്ള ആളുകളൊക്കെ ചിന്തിക്കേണ്ടത് എന്താണ്? പടച്ചവനെ, ഇന്നല്ല എങ്കിൽ നാളെ ഞാനും നിങ്ങളും പോകേണ്ടവരാണല്ലയോ അതിനുള്ളിലോ. നമ്മൾ ചിന്തിക്കണം. അള്ളാഹു അങ്ങനത്തെ ഒരു കൽബ് നമുക്ക് തരട്ടെ. ഈ ദുനിയാവിന്റെ ആ പളപളപ്പില്, ആ ദുനിയാവുമായുള്ള ആ ലയനത്തിൽ നമ്മൾ മതിമറന്ന് ജീവിക്കുമ്പോ ഭയാനകമായ ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ അവരെ കുറിച്ച് ഓർക്കുക. അവർക്ക് വേണ്ടി നമ്മൾ ഇടക്കിടക്ക് ഫാത്തിഹ ഓതിക്കൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഈ മാസം എൻ്റെ വിഷയം ദുആ എന്നുള്ളതാണ്. ഇതൊരു പ്രാർത്ഥനയുടെ മാസമാണല്ലോ ഈ മാസം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഒരു പ്രാർത്ഥന നിർബന്ധം പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا
വജ്അൽ ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. മറ്റൊരു പ്രാർത്ഥനയും നമ്മൾ നിർബന്ധം പോലെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനത്തെ ശ്രേഷ്ഠമായ 2 പ്രാർത്ഥനകൾ ഈ റമളാനിന്റെ പ്രത്യേകതയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാനിതാ കരുതിയുറപ്പിക്കുന്നു റബ്ബേ. ഇതാണ് അർത്ഥം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ കരുതി ഉറപ്പിക്കുന്നു റബ്ബേ. നിന്നെ അല്ലാതെ ഞങ്ങൾ ആരാധിക്കുന്നില്ല റബ്ബേ, നിന്നോടല്ലാതെ ഞങ്ങൾ ചോദിക്കുന്നില്ല റബ്ബേ, നിന്റെ മുമ്പിലല്ലാതെ ഞങ്ങൾ കുമ്പിടുന്നില്ല റബ്ബേ. ഈ അർത്ഥങ്ങളൊക്കെ വരുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1 അസ്തഗ്ഫിറുല്ലാഹ്, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും പുറത്തു തരണേ അല്ലാഹ്. അസ്അലുകൽ ജന്ന, സുഖലോക സ്വർഗം നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. ചോദിക്കാൻ ഞാൻ അർഹനല്ല തമ്പുരാനെ, എങ്കിലും നിന്നോട് ഞാൻ ചോദിക്കുന്നു. അസ്അലുകൽ ജന്ന, സുഖലോക സ്വർഗം നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് പടച്ചവനെ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു റബ്ബേ. ഇതാണ് ആ ദുആ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇതാണ് ദുആ. ദുആയാണ് നമ്മുടെ ജീവിതം. റമളാൻ പ്രാർത്ഥനയുടെ മാസം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം ദുആയാണ്. അദ്ദുആഉ മുഖുൽ ഇബാദ ഖാല റസൂലുള്ളാഹി. ഇബാദത്തിന്റെ മജ്ജയാണ് ദുആ. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ആയുധമാണ് ദുആ. ലൈസ ഷൈഉൻ അക്രമ അലല്ലാഹി മിനദ്ദുആ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായത് മറ്റൊന്നുമില്ല ദുആയല്ലാതെ. ദുആയാണ് ഏറ്റവും വലുത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുത് ദുആയാണ്. 3 കാര്യങ്ങളാണ് പരിശുദ്ധ റമളാനിന്റെ പ്രത്യേകത. അതിലൊരു പ്രത്യേകത ഈ ദുആ തന്നെയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ ദുആകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നേരെ ശ്രദ്ധിക്കണം ആ വിഷയം. എല്ലാ വിഷയത്തിലും പരിഹാരമുണ്ട്. എല്ലാ വിഷയത്തിലും പരിഹാരമുണ്ട്. നമുക്ക് തോന്നും പരിഹാരം ഇല്ല എന്ന് തോന്നും. ചില വിഷയങ്ങൾക്ക് നമുക്ക് തോന്നും പടച്ചോനെ ഞാൻ പെട്ടുപോയി, ഈ വിഷയത്തിന് എനിക്ക് പരിഹാരം ഇല്ലല്ലോ റബ്ബേ. എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ട്. എന്ത് പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിന് പരിഹാരം. മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. എന്താണ് ആ പരിഹാരം? ഉദുഊനി, നിങ്ങൾ എന്നോട് ചോദിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ പരിഹരിച്ചു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. പിന്നെ നമ്മൾ പരിഹാരമല്ല. ഏത് കറുത്ത കൽബുള്ള ആളാണെങ്കിലും ശരി, ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ അള്ളാഹു തട്ടൂല. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമുക്ക് തോന്നുകയാണ് നമ്മുടെ ദുആ പടച്ചോൻ സ്വീകരിക്കുമെന്ന് തോന്നുക. താടിയും തലയെക്കെട്ടും ഒല്ലിയും അതുപോലെ തന്നെ ദശിവിയും നിസ്കാരത്തായമ്പും ഇതൊക്കെ അള്ളാഹ്ക്ക് പ്രശ്നമല്ല. നിസ്കാരത്തായമ്പ് ചിലവർക്ക് ഒരുപാടുണ്ടാവും, ഞാനത് കുറ്റം പറയല്ല. അതുപോലെ ചിലവർക്ക് ഒരുപാട് താടി ഉണ്ടാവും, ചിലവരൊക്കെ വലിയ ദശിവി ഉണ്ടാവും, ചിലവരെ കയ്യുമ്പോ വിരലുമ്പോ കൂടെ ഒക്കെ ദശിവി ഉണ്ടാവും. അതൊക്കെ നല്ലത് തന്നെ. ലാ യൻദുറു ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ശരീരത്തിലേക്ക് അല്ലാഹു നോക്കണില്ല. വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപത്തിലേക്ക് അല്ലാഹു നോക്കണില്ല. വലാകി യൻദുറു, അല്ലാഹുവിന്റെ നോട്ടം എവിടേക്കാണെന്നറിയോ? പടച്ചവരെ ഞാൻ പ്രയാസത്തിലായല്ലോ റബ്ബേ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുമ്പോ വലാകി യൻദുറു, അള്ളാഹുവിന്റെ നോട്ടം ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അല്ല ശ്രദ്ധിച്ചോളി.
ഇതൊന്നും എന്നാ താടി വേണ്ടേ? താടി ഉണ്ടായിക്കോട്ടെ, തലകെട്ട് ഉണ്ടായിക്കോട്ടെ, ദശിവി ഉണ്ടായിക്കോട്ടെ, ഒക്കെ ഉണ്ടായിക്കോട്ടെ. അതൊക്കെ സുന്നത്താണ്, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ തേടുന്നവന്റെ തലേക്കെട്ടിലേക്കോ താടിയിലേക്കോ ഒല്ലിയിലേക്കോ ദശുവിയിലേക്കോ അല്ല അള്ളാഹുവിന്റെ നോട്ടം. അള്ളാഹുവിന്റെ നോട്ടം ഇലാ ഖുലൂബിക്കും, പുണ്യനബി മുഹമ്മദ് മുസ്തഫ. എല്ലാ വാതിലും അടഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് ചില ആളുകൾ ആത്മഹത്യ ചെയ്യുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഏതാൾക്കും തോന്നും അങ്ങനെ. പൈശാചികമായിട്ടൊരു തോന്നിപ്പിക്കൽ വരും. പടച്ചോനെ, ഞാൻ മാനം കെട്ടു റബ്ബേ, ഞാൻ മാനം കെട്ടു, ഞാൻ മാനം കെട്ടു. അത് വല്ലാത്തൊരു അവസ്ഥ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇസ്സത്ത് നഷ്ടപ്പെടുക എന്നുള്ളത്, സമ്പത്ത് നഷ്ടപ്പെട്ടാൽ അതൊരു നഷ്ടമല്ല. ദുനിയാവിൽ മറ്റെന്ത് നഷ്ടപ്പെട്ടാലും അതൊരു നഷ്ടമല്ല. ഒരാളെ ആ അഭിമാനം, ഇസ്സത്ത് ഉണ്ടല്ലോ, മാനക്കെട്, അത് ചിലപ്പോൾ ഭയങ്കരം. മാനുവിലേര് ആള് കുഴപ്പമൊന്നുമില്ല. ഒരു ഉദാഹരണം പറയാം, എന്നെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ പറ്റി ഇനിയിപ്പോൾ ഈ നോമ്പ് വെച്ചിട്ട് നിങ്ങളെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ഇനി ബുദ്ധിമുട്ടാണ്. ആള് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വേറെ ചില കാര്യത്തിലൊരു മോശമാണ് എന്നോട് പറഞ്ഞു വെക്കുക. അത് ഞാൻ അറിഞ്ഞു വെക്കുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മളെല്ലാവരും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ പരിഹരിക്കാൻ നിൽക്കൂല. അതാണ് അപ്പുറത്തിന് പൈശാചികമായിട്ട് മനസ്സിൽ ദുർബോധനം നൽകി ആത്മഹത്യ ചെയ്യും. അതുകൊണ്ടാണ് വണ്ടിയുടെ മുന്നിലൊക്കെ ചില ആളുകൾ ചാടുന്നു കണ്ടിട്ടില്ലേ, ആത്മഹത്യ ചെയ്യുക. വലിയ ഉയരമുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് ആളുകൾ ചാടി ആത്മഹത്യ ചെയ്യും. രണ്ടാളുകൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിട്ട് രണ്ടാളുകൾ ഇന്നാൾ എനിക്ക് വിളിച്ചു. അതിൽ ഒരാൾ, അത് ഗുരുതരമായ തെറ്റ് അവരെയൊക്കെ സംഭവിച്ചു. അവരെ ആത്മഹത്യ ചെയ്യുക. അവർ ഗൾഫിലാണ്, രണ്ടുപേരും. അവർ ഭാര്യയും ഭർത്താവും. അവരെ ആത്മഹത്യ ചെയ്യണതിൻ്റെ മുമ്പ് നമ്മുടെ ഒരാള് അവർക്ക് വിവരം കൊടുത്തു, നിങ്ങൾ അബദ്ധം ചെയ്യരുതേ, നല്ലൊരു പരിഹാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻ്റെ നമ്പർ കൊടുത്തു. ഇൻ്റെ നമ്പർ കൊടുത്തു. ഇപ്പോഴും അപ്പോഴും ആ ആളുകളെ എനിക്കറിയില്ല. ഇപ്പോഴും അപ്പോഴും ഞാൻ ഈ പള്ളിയിൽ വെച്ച് നോമ്പുകാരനായ നിലയിൽ ഈ ബറക്കത്താക്കപ്പെട്ട മജ്ലിസിൽ വെച്ച് പറയാണ്, ഇപ്പോഴും അപ്പോഴും ആ ആളുകളെ എനിക്കറിയില്ല. ഇൻ്റെ നമ്പർ കൊടുത്തോനെ എനിക്കറിയാം. അത്രേ ഉള്ളൂ. അവർ ആത്മഹത്യ ചെയ്യണം, എന്ന് ആത്മഹത്യ. അതിൽ പെണ്ണിൻ്റെ ഉമ്മയും ബാപ്പയും അവിടെ ഉണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ അവർ രണ്ടുപേരും എടുത്ത തീരുമാനമാണ് ജീവിക്കണില്ല. പക്ഷേ അൽഹംദുലില്ലാഹ് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തത് കാരണം അവരെനിക്ക് വിളിച്ചു, ഉസ്താദേ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല, ഞങ്ങൾ ഇന്ന് ഇന്ന പണി ചെയ്യും. പക്ഷേ ഞാൻ അവരോട് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര വയസ്സുവരെ നിങ്ങൾ മുസ്ലിമീങ്ങളായി ജീവിച്ചവരാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും വഴിപാടിലുമായി ജീവിച്ചവരാണ്. ഈ സമയം മുതൽ നിങ്ങൾ അതിൽ നിന്ന് പോവുകയാണ്. നിങ്ങൾ ഇന്ന രൂപത്തിലാണ് നിങ്ങളുടെ മരണം വരാൻ പോകുന്നത്. നിങ്ങളുടെ രണ്ട് മക്കൾ യതീമായി എന്ന് മാത്രമല്ല, ഇന്ന ആളുകളുടെ ആത്മഹത്യ ചെയ്ത ആളുകളുടെ മക്കളാണ് ഈ മക്കള് എന്ന മരണം വരെ ആ മക്കളുടെ പേരിൽ നിന്ന് പോകൂല എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു 10 മിനിറ്റ് മാത്രമാണ് ഞാൻ ഉപദേശിച്ചത്. ശ്രേഷ്ഠമായ ഒരു കാര്യം പറഞ്ഞ് അവരെ ഉപദേശിച്ചു. അൽഹംദുലില്ലാഹ് എൻ്റെ ഫോണിൽ അവരുടെ നമ്പർ എൻ്റെ ഫോണിലുണ്ട്. എനിക്ക് അവരിങ്ങനെ അടിക്കും ഇടക്കിടക്ക്. ഇന്ന് വരെ വല്ലാഹി സത്യം ഞാൻ നിങ്ങളുടെ എവിടെ ഉള്ളതാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എല്ലാ വാതിലും അടഞ്ഞു എന്ന് നമുക്ക് തോന്നും, പക്ഷേ ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ടാകും. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, ആത്മഹത്യ ചെയ്യരുത് എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ദുആക്ക് ഇജാബത്തുണ്ട്, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. ആ വാതിലിന്റെ പേരെന്താണെന്നറിയോ?
ബാബുർ റഹ്മ, ബാബുർ റഹ്മ അനുഗ്രഹത്തിന്റെ കവാടമാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കവാടം തുറന്നു കിടക്കുന്നുണ്ട്, നിങ്ങൾ ആശമുറിയണ്ട. അള്ളാഹിന്റെ കവാടം തുറന്നു കിടക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ കവാടം തുറന്നു കിടക്കണം. ആശമുറിയരുത്, ഒരിക്കലും ആശമുറിയരുത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളോട് അവർ ചോദിക്കും എന്നെപ്പറ്റി. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെ പറ്റിയിട്ട് അവർ ചോദിക്കും നിങ്ങളോട്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ, എന്നെ പറ്റിയിട്ട് നിങ്ങളോട് അവർ ചോദിക്കുമ്പോ അവരോട് നിങ്ങൾ പറയണം ഞാൻ അടുത്തുണ്ട് എന്ന് പറയണം. ഞാൻ അടുത്തുണ്ട്. ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂന. അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ, ദുആക്ക് ഉത്തരം കൊടുക്കാൻ ഞാൻ അടുത്തുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലേ അവരോട് പറഞ്ഞേക്കണേ. അബദ്ധമൊന്നും ചെയ്യരുത്, ഞാൻ അടുത്തുണ്ട്. അല്ലാഹു തആല പറയാ ഞാൻ അടുത്തുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ കവാടം തുറന്നു കിടക്കുന്നു. ആ കവാടത്തിന്റെ പേര് റഹ്മത്തില്ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കവാടം, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ ആരും തന്നെ ആശമുറിയണ്ട. പക്ഷെ എന്ത് ചെയ്യണം? തേടണം, വാതിലൊന്ന് മുട്ടണം. അല്ലാഹുവിന്റെ കവാടത്തിൽ ചെന്നിട്ട് അവരോട് ചോദിക്കണം. ആ ചോദ്യാണ് വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹാ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ഒരു സംഘം ചെറുപ്പക്കാരുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ കഹ്ഫില്. ആ ചെറുപ്പക്കാരായ ആളുകളെ കൊല്ലാൻ ഒരുങ്ങുകയാണ് ആ രാജ്യത്തുള്ള ഭരണാധികാരി. എന്തിനാണെന്നറിയോ? ഈ രാജ്യത്തുള്ള ആരാധ്യ വസ്തുക്കളെ ആരാധിക്കാതെ, ഈ രാജ്യത്തുള്ള എല്ലാ സമ്പ്രദായങ്ങൾക്കും എതിരായിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തീരുമാനിച്ച യുവാക്കളാണ് ആ യുവാക്കൾ. ആ യുവാക്കളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ. അവരൊരു സംഘം യുവാക്കളാണ്. ആ നാട്ടിൽ നടക്കുന്ന ആരാധനാ കർമ്മങ്ങളോട് അവർക്ക് യോജിപ്പില്ല. അതുകൊണ്ട് അവരെ ആരാധിക്കണ ആരെയാണ്? അള്ളാഹുവിനെയാണ് ആരാധിക്കണത്. രാജാവ് അവരെ വിളിച്ചു വരുത്തി. എന്നിട്ട് രാജാവ് ചോദിച്ചു, നിങ്ങൾ ആരെ ആരാധിക്കണത്? ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കും. നിങ്ങൾ ചെറുപ്പക്കാരായ ആളുകളാ, നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കും പോയിട്ട്. ഞങ്ങൾക്കൊന്നും ചിന്തിക്കാനില്ല, ഞങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കണത് എന്നവർ പറഞ്ഞു. ഇതിനൊന്നും ഞങ്ങൾ ആരാധിക്കണത്, ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണത്. കടുത്ത ശിക്ഷ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവരെന്താ ചെയ്തത്? അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടത്തിൽ മുട്ടി. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഖൽബുകൾക്ക് അല്ലാഹു തആല ധൈര്യം കൊടുത്തു, സ്ഥൈര്യം കൊടുത്തു. അവരുടെ ഖൽബുകൾക്ക് അല്ലാഹു ഉറപ്പ് കൊടുത്തു. ഇത് ഖാമൂ, അവരങ്ങട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ, അവര് നിന്നപ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർ അള്ളാഹുവിനോട് അങ്ങോട്ട് ദുആ ചെയ്തപ്പോ അവരുടെ ഖൽബിന് ഉറപ്പ് കൊടുത്തു. നിങ്ങൾ ആരും ഉറങ്ങരുത്, കുറച്ചു നേരം അവസാനിപ്പിക്കും. അപ്പൊ അവരുടെ ഖൽബിന് എന്തായി? ഉറപ്പ് കിട്ടി. എന്നിട്ടോ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവരങ്ങോട്ട് പോയി. സയഖൂലൂന സലാസത്തുർ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ് വയഖൂലൂന സബ്അത്തുൻ വസാബിറുഹും കൽബുഹും. അവർ 3 പേരുണ്ടായിരുന്നു എന്നാ പറയണത്. നാലാമത്തേതാരാ? അല്ലാതാരാ? അവര് 3 പേരാണ് പോകാൻ ഒരുങ്ങിയത്. അവരങ്ങനെ പോകുമ്പോ നാലാമത് അവരുടെ പിന്നാലെ ഒരാൾ കൂടി, കൽബുഹും, നായ. ഖുർആൻ പറഞ്ഞു അവർ 5 പേരുണ്ട്, 6ാമത് അവരുടെ പിന്നാലെ കൂടി ആര്? നായ. ഖുർആൻ പറഞ്ഞു 7 ആളുണ്ട്, 8ാമത് അവരുടെ പിന്നാലെ കൂടി നായ. അപ്പൊ ഒന്നുകിൽ 3, അല്ലെങ്കിൽ 6, അല്ലെങ്കിൽ 8, മൊത്തം നായ അടക്കം 8.
7 ആളുകളാ. വയഖൂലൂന സബഅത്തും വസാമിനുഹും കൽബുഹും ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും. അവരുടെ കണക്ക് കൃത്യം ഖുർആൻ പറയില്ല. ഏതായാലും 7 ആള് അവരിങ്ങനെ പോയപ്പോ അവരുടെ പിന്നാലെ ഒരു നായ കൂടി. ആ നായ കൂടിയപ്പോ അവരെന്ത് ചെയ്തു? ആ നായനെ എറിഞ്ഞാട്ടി. ആ നായ പറഞ്ഞതെന്താ? ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ് നിങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ്. റഹ്മത്തിന്റെ കവാടത്തിൽ മുട്ടിയിട്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ പോരാൻ അല്ലാഹു എനിക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ പിന്നാലെ കൂടുകയാണ്. ആര് പറഞ്ഞു? നായ. ആ നായ ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, ഞാൻ നിങ്ങളുടെ പിന്നാലെ കൂടാണ് എന്ന് പറഞ്ഞിട്ട് ആ നായ പോയി. എന്നിട്ട് അവര് അമ്മാനിലുള്ള ജോർദാനിലുള്ള അമ്മാൻ എന്ന് പറയുന്ന ജോർദാന്റെ തലസ്ഥാനത്ത് ഒരു പ്രത്യേകമായ പർവ്വതത്തിന്റെ സൈഡിലുള്ള ഒരു ഗുഹയിൽ അവരെല്ലാവരും ഒളിച്ചു. നായ അവരുടെ ഗുഹാമുഖത്തും കടന്നു. അവരെല്ലാവരും സുഖമായി ഉറങ്ങി. നായ ആ ഗുഹാമുഖത്ത് അതിന്റെ കൈകാലുകളൊക്കെ അങ്ങനെ വെച്ചിട്ട് സുഖമായിട്ട് ആ നായ അങ്ങനെ കടന്നു. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 309 കൊല്ലം കഴിഞ്ഞിട്ട് അവർ ഉണർന്നു. ഇപ്പോഴും കാണാം. ഇപ്പോഴും നിങ്ങൾക്ക് ജോർദാനിൽ പോയാൽ ആ ഗുഹ കാണാം. അവര് കടന്നിരുന്ന ആ ഗുഹയും ആ ഗുഹാമുഖത്ത് നായ കടന്നിരുന്ന ആ അടയാളവും വളരെ വ്യക്തമായി നിങ്ങളുടെ കൈകളിലുള്ള മൊബൈലിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. 309 കൊല്ലം. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 309 കൊല്ലം ആ ഗുഹയിൽ അവർ കടന്നു. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടത്തിൽ ഇത് കാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. പടച്ചവനെ, ഞങ്ങളിതാ ഇടങ്ങറിലായി ബുദ്ധിമുട്ടിയിരിക്കുന്നു, രക്ഷപ്പെടുത്തണേ റബ്ബേ എന്നവർ അല്ലാഹുവിനോട് തേടിയപ്പോ അവരെ അല്ലാഹു രക്ഷപ്പെടുത്തി. അവന്റെ കവാടത്തിൽ മുട്ടണം. അന ഇൻദ ലന്നി അബ്ദി ബി വഅന മഅഹു ഇദാ ദക്കറനി. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അത് ഖുദ്സിയായ ഹദീസ. അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ എന്താ വിചാരിക്കണത്? അവനുള്ള ഭാവന പോലെ റബ്ബവനോട് പെരുമാറുമെന്നാണ് എപ്പോഴും നിലപാട്. ഇല്ല, ഞാനിതിൽ രക്ഷപ്പെടും. ഞാനിന്ന് രാവിലെ ഈ അലക്കി തേച്ച വയലും പിന്നെ പ്രസംഗമൊന്നും എനിക്ക് അറിയാത്ത കാരണം ഞാനിങ്ങനെ നീട്ടി പറയണത്. നിനക്കൊന്നും വെറുപ്പില്ലല്ലോ. ഞാനിന്ന് രാവിലെ ഒരാളെ കണ്ടു. ഓനോട് ഞാൻ ചോദിച്ചു, എൻ്റെ ഏട്ടനെ ഞാൻ കണ്ടപ്പോൾ അന്നെപ്പറ്റി ചോദിച്ചപ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നാ പറഞ്ഞിക്കണത്. ഇവൻ്റെ മയ്യത്ത് വൈകുന്നേരം ആവുമ്പോഴത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നാ പറഞ്ഞിക്കണത്. ആര്? ഏട്ടൻ പറഞ്ഞു. മയ്യത്ത് കൊണ്ടുവരുന്ന് പറഞ്ഞാൽ ഓനോടാ ഞാൻ ചോദിക്കണത്. അന്നെ പറ്റിയിട്ട് എൻ്റെ ഏട്ടനോട് ചോദിച്ചപ്പോൾ എൻ്റെ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞത് അന്ന്. ആ ഇജ്ജ് ഇപ്പോൾ അൽഹംദുലില്ലാ ഭയങ്കര ആരോഗ്യവാനായിട്ട് നല്ല റാഹത്തായിട്ട് നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞു, മാനു മുസ്ലിയാരെ, ഇക്ക അന്നും ഉറപ്പാണ് ഞാൻ അതിൽ മരിക്കൂല. ഓ വെന്റിലേറ്ററിൻ്റെ ഉള്ളിൽ എല്ലാവരും ഓനക്ക് വേണ്ടി ദ്വാരക്കുക. ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നോളാൻ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ. കഴിഞ്ഞു ആ നിലക്കാ പറഞ്ഞിരിക്കണത്. അങ്ങനത്തെ ഒരാളോടാണ് ഞാൻ ചോദിക്കണത് ഇന്ന്. അങ്ങനല്ലേ അന്നെപ്പറ്റി പറഞ്ഞിരുന്നത്. അപ്പൊ ഓൻ എന്താ പറയണത്? ഇക്കുറപ്പാ. ഓൻ പറയണ എന്തോ എൻ്റെ മനസ്സിലേക്കൊരു ഉറപ്പ്, ഞാൻ ഇതിന്ന് ജീവിക്കും, രക്ഷപ്പെടും എന്നൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ഓ ഞങ്ങളുടെ വല്ലപ്പുഴയിൽ ഹോട്ടലിൽ കിച്ചണിൽ പണിയെടുക്കുന്ന ആളാ. ഇപ്പോഴും ഒരു കേടില്ല. അവനുള്ള ഭാവന പോലെ റബ്ബവനോട് പെരുമാറുമെന്നാണ് എപ്പോഴും നിലപാട്. അടിമ എന്നെ പറ്റി എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെയാണ് ഞാൻ ആവുക എന്നാണ് ഖുദ്സിയായ ഹദീസ അല്ലാഹു തആല പറയുന്നത്. ഞാൻ അൽഹംദുലില്ലാഹ് അതിൽ രക്ഷപ്പെടും, എനിക്കൊന്നും സംഭവിക്കൂല. അല്ലാഹു തആല അങ്ങനത്തെ ഒരു കൽബുറപ്പും ധൈര്യവും നമുക്ക് തരട്ടെ.
അങ്ങനെ ഒരു കൽപ്പുറപ്പും ധൈര്യത്തോടു കൂടെ മുന്നോട്ട് പോയി നോക്കുക. ചില ആളുകൾ 2 വട്ടം കോട്ടായി ഇടുമ്പോഴത്തേന് ഇന്ന് നോമ്പ് ഭയങ്കര ക്ഷീണം, നാളെ മുറിക്കണം എന്ന് ഇന്ന് നികത്തി. എന്താ പിന്നെ ചെയ്യും? എവിടുന്ന ശരിയാകുക? നാളെ ശരിയാവില്ല, ഇന്ന് തന്നെ ഉറപ്പിച്ചു നാളെ ശരിയാവില്ല. അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം വയറ്റുന്ന് പോയാൽ മതി. ഇത് ലോകം മുഴുവൻ എത്തുന്നുണ്ട്, എന്നാലും അറിയായിട്ടൊന്നല്ല. ദേ വോയിസ് അവ അപ്പം തീരുമാനിച്ചു, ഇനി 2 ദിവസത്തിന് നോമ്പ് വേണ്ട കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയ്യത്ത് പോലെയാണ്. ഇൻഷാ അല്ലാഹ് ആ കാര്യം നടക്കും എന്ന് തീരുമാനിച്ച് അതിൻ്റെതായ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോ ആരുടെ സഹായം ഉണ്ടാവും? അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ഏത് വിഷയത്തിനും അങ്ങനെ തന്നെയാണ്. അവനുള്ള ഭാവന പോലെ റബ്ബവനോട് പെരുമാറുമെന്നാണ് എപ്പോഴും നിലപാട്. അള്ളാഹുവേ എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ റബ്ബേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടൊരു ദുആ ചെയ്താൽ ആ കൈ അള്ളാഹു തട്ടൂല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങണത് മുകളിൽ നിന്നാ. വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ. കാർമേഘ കൂട്ടങ്ങളിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴ നാം നിങ്ങൾക്ക് ഇറക്കി തന്നു. മഴ എവിടുന്നാ വരുന്നത്? മേലെന്നാ വരുന്നത്. വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ. മഴ അല്ലാഹുവിന്റെ റഹ്മത്താണ്, മേലെന്നാണ് ഇറങ്ങി വരുന്നത്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സർവജ്ഞനായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് വരുന്നത് എവിടെന്നാ? മോളിന്നാണ് വരുന്നത്. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം. നിലാവ് വരുന്നതും മുകളിൽ നിന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഖുർആനിനെ ലൈലത്തുൽ ഖദ്ർ, ഖദ്റിന്റെ രാത്രിയിൽ നാം ഇറക്കി. എവിടുന്നാ ഇറക്കിയത്? മേലെന്നാ ഇറക്കിയത്. ഖുർആൻ ഇറങ്ങിയത് മുകളിൽ നിന്നാ, വെയില് വരുന്നത് മുകളിൽ നിന്നാ, നിലാവ് വരുന്നത് മുകളിൽ നിന്നാ, മഴ വരുന്നത് മുകളിൽ നിന്നാ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നത് മുകളിൽ നിന്നാ. അതുകൊണ്ടാണ് കയ്യമ്പളിക്കര പിടിക്കുന്നത്. കണ്ട, കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയോ ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടടോ വല്ലാതെ. ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിക്കണ്ട. ഞാൻ പറയണത് ഏൽപ്പിക്കണ്ട എന്ന് പറഞ്ഞാല് മറ്റുള്ളവർ പറയും പോലെ അല്ല ഞാൻ പറയണത്. ഒന്ന് സ്വയം ഒന്ന് ദ്വാര നോക്കി. ഏൽപ്പിക്കണോട് കുഴപ്പമില്ല കേട്ടോ, എന്നാ ദ്വാരക്കെന്ന് പറയുന്നോട് കുഴപ്പമില്ല, ദ്വാരപ്പിക്കണോട് കുഴപ്പമില്ല. പക്ഷെ ഞമ്മക്ക് ഇതിനൊന്നും ആവൂലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. ദ്വാരക്കിട്ടോ മുല്ലരെ, ദ്വാരക്കിട്ടോ കണക്കെന്താ പണി? അല്ല നമുക്ക് വേറെ തിരക്കുകളുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. മട കബറിന്റെ അവിടേക്ക് പോകുമ്പോ ആൾക്കാര്, ഞാൻ ഇതൊന്നും മറ്റേ തിലക്കല്ല പറയണത്, മൊയിലേരെ തെരഞ്ഞ് നടക്കുക. മൊയിലേർക്ക് കൊടുക്കണം, മൊയിലേരെ തെരയും വേണോ, ഒക്കെ വേണോ മൊയിലേമാരൊക്കെ. ഞാൻ പറയണത് അതല്ല, നമ്മളൊന്ന് പോയി നിന്ന് നോക്കിയ കബറിന്റെ അടുത്ത്. മൊയിലേരെ ഏൽപ്പിക്കണ്ടെന്നല്ലേ പറഞ്ഞത്. നമ്മളൊന്ന് പോയി നിന്ന് നോക്കിയ കബറിന്റെ അടുത്ത്. ഉമ്മയുടെ കബറിന്റെ അടുത്ത് ചെരുപ്പൊക്കെ ഒരു 10 ഊരിട്ടാളി. ഉമ്മയുടെ മുമ്പിൽ തന്നെ ചെരുപ്പിടാൻ പാടില്ല. ഉമ്മ ആരാന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഉമ്മനെ പറ്റിയല്ല പറയണത്, ഉമ്മ ആരാന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഹുമാ ജന്നത്തുക വനാറുക എന്ന പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അവലൻ ഉമ്മയാണ്. നരകത്തിലേക്ക് പോണോ സ്വർഗത്തിലേക്ക് പോണോ തീരുമാനിക്കുന്ന ആള് ഒന്ന് ഉമ്മയാണെന്നാ പറയുന്നത്. ഉമാ അവര് 2 പേരും ജന്നത്തുക നിന്റെ സ്വർഗമാണ്, വനാറുക നിന്റെ നരകവുമാണ്. സ്വർഗവുമാണ് നരകവുമാണ്. ആ ഉമ്മാന്റെ തൃപ്പതിയിലാണ് അള്ളാഹുവിന്റെ തൃപ്പതി കിടക്കുന്നത്. ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ.
ഉമ്മാന്റെ കാലിന്റെ ചുറ്റുള്ള അതാ ഉമ്മ. ആ ഉമ്മാന്റെ മുമ്പിൽ നടക്കണമെങ്കിൽ ഉമ്മാന്റെ സമ്മതം വാങ്ങണം. ഉമ്മയുടെ മുമ്പിൽ നടക്കണമെങ്കിൽ ഉമ്മയുടെ സമ്മതം വാങ്ങണം. അത്ര ബഹുമാനിക്കേണ്ട ആളാണ് ഉമ്മ. ആ ഉമ്മയുടെ ഖബറിന്റെ സമീപത്തേക്ക് ചെല്ലുമ്പോ ആ ചെരുപ്പൊക്കെ ഒരു ഭാഗത്ത് അവിടെ അയച്ചിട്ടിട്ട് ആ ഖബറിന്റെ അടുത്ത് ചെന്ന് അസ്സലാമു അലൈക യാ ഉമ്മീ എന്ന് സലാം പറഞ്ഞിട്ട് ആ ഖബറിന്റെ അടുത്ത് നിന്ന് കൈയൊന്നുയർത്തിയാൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ഉമ്മാടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കാൻ ഈ മകന്റെ ഈ കൈകൾ ഉയർത്തി ആ ദുആ മതി. വവലദു സാലിഹു യദ്ഉ ലഹു വവലദു സാലിഹു യദ്ഉ ലഹു. ഉമ്മാടെ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ദ്വാരക്കുന്ന ആ മകന്റെ ഒറ്റ ദുആ കൊണ്ട് ആ ഉമ്മാടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തേക്കാം എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മള് നേരിട്ട് തന്നെ ഒന്നോട് ദ്വാരം നോക്കിക്കള്. നമ്മള് 70,000 പിന്നെ ദിക്ർ ചെല്ലാൻ വേണ്ടി ഏൽപ്പിച്ചിക്ക്. അപ്പോ ഞാൻ മരിച്ചാല് അതൊരു അതൊരു റെക്കോർഡിക്കൽ അല്ലാത്തൊരു ഏൽപ്പിനെ. മരിച്ചാല് 70,000 ദിക്ർ. ഓ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം. അസ്സലാമു അലൈക്കും. ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുക. 3-ന്റെ അന്ന് ദിക്റുണ്ട്, എല്ലാവരും പങ്കെടുക്കണം. ഭയങ്കര സംഭവ. ഞാൻ പറയുന്നത് മോശമാക്കിയിട്ടല്ല പറയണത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, അതിനേക്കാൾ ഗൗരവമുള്ള കാര്യങ്ങളില്ലേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവനെ ഇവിടുന്ന് എടുക്കുന്നതിന് മുമ്പ് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കിടക്കണ മഴമോട്ടിയാക്ക. ഉദാഹരണമായിട്ട് പറയാം, മഴമോട്ടിയാക്ക. നമ്മുടെ മഴമോട്ടിയാക്ക ഉദാഹരണം മരിച്ചു. ഈ കൂടി നിൽക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഇയാൾ തരാനുണ്ടോ? ആർക്കെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ഹക്കടപാടുകൾ ഇയാളുമായിട്ടുണ്ടോ എന്ന് ആദ്യം ചോദിക്കണം. കടമുള്ള മനുഷ്യന്റെ മേൽ മയ്യത്ത് നിസ്കാരം പോലും റസൂലുള്ളാന്റെ മുമ്പിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നു വെച്ചു. അള്ളാഹുവിന്റെ റസൂല് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മയ്യത്തിന്റെ അടുത്തേക്ക് വന്നു. നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങവേ റസൂല് ചോദിച്ചു, ഈ കിടക്കുന്ന മയ്യത്തിന് കടമുണ്ടോ? സഹാബാക്കൾ പറഞ്ഞു, ഉണ്ട് നബിയെ, ധാരാളം കടങ്ങളുണ്ട്. ഉയർത്താൻ ഓങ്ങവേ ആ കൈ അള്ളാഹുവിന്റെ റസൂല് താഴ്ത്തിയിട്ട് പുറകിലേക്ക് പോയി. മയ്യത്ത് നിസ്കരിച്ചില്ല. ഇതാണ് മെയിന്. ദിക്ർ ചെല്ലണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 3 കഴിക്കണ്ടെന്നോ 70,000 ദിക്ർ വേണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഒരു 70,000 ദിക്ർ നമ്മളൊന്ന് ചെല്ലിവെക്കണോ. എപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ അതിൻ്റെ നാളെ, അടുത്ത ദിവസം നമ്മൾ പോണ്ടേ. ഒരു ക്ലിയറായ രൂപത്തിൽ ഒരു 70,000 ദിക്ർ പടച്ചവനെ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉപകാരപ്പെടുന്ന, എൻ്റെ ഖബറിൽ ഉപകാരപ്പെടുന്ന, പരലോകത്ത് ഉപകാരപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ ഒരു കാര്യമാണല്ലോ ദിക്ർ എന്ന് പറയുന്നത്. 70,000 ദിക്ർ എനിക്ക് വേണ്ടി ഞാൻ ചെല്ലാൻ കഴിഞ്ഞാൽ മറ്റേ ദിക്റിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠത ഈ ദിക്റാണ്. മറ്റാളുകൾ സിയാറത്ത് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ല സിയാറത്ത് ഈ മകന്റെ സിയാറത്താണ്. അതാ ഞാൻ പറഞ്ഞത്, അതാ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രത്യേകമായ ആ റഹ്മത്ത് ചില കൈകളിലേക്ക് ഇറങ്ങൂല, ചില കൈകളിലേക്ക് ഇറങ്ങൂല. ഉയർത്തപ്പെട്ട എല്ലാ കൈകളും അള്ളാഹു തട്ടൂല, അള്ളാഹു തട്ടൂല. എല്ലാവർക്കും അള്ളാഹു ഉത്തരം ചെയ്യും. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചില ആളുകൾക്ക് ഉത്തരം കിട്ടൂല. നല്ല ശ്രദ്ധിച്ചോളിട്ട. ആളുകൾ മുഴുവൻ ആളുകളെ പറയണില്ല, പ്രധാനപ്പെട്ട ചില ആളുകള്. ഇന്നർ റഹ്മത, അള്ളാഹുവിന്റെ റഹ്മത്ത് ലാ തൻസിലു അലാ ഖൗമിൻ, ഒരു വിഭാഗത്തിലേക്ക് ഇറങ്ങൂല. ഫീഹിം ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം മുറിച്ച ഒരു വിഭാഗത്തിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. കൈ പൊന്തിച്ചിട്ട് കാര്യമില്ല. ഉമ്മാനായിട്ട് കൊണ്ടൂല, വാപ്പാനായിട്ട് കൊണ്ടൂല, ഏട്ടനായിട്ട് കൊണ്ടൂല, അനുജനായിട്ട് കൊണ്ടൂല, പെങ്ങളായിട്ട് കൊണ്ടൂല, ആങ്ങളനോട് കൊണ്ടൂല, ഇളയമാട് കൊണ്ടൂല, അമ്മായിനോട് കൊണ്ടൂല. അങ്ങനത്തെ എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം.
വെറുതെയാണ് കൈ പൊന്തിക്കണത്, യാതൊരു കാര്യമല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവനിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. നല്ല ശ്രദ്ധിക്കണേ, നല്ല ശ്രദ്ധിക്കണം. ഞാൻ കാരണം എൻ്റെ പെങ്ങളിൻ്റെ കുടിയിലേക്ക് വരില്ല. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം, ഞാനാണ് അതിൻ്റെ കാരണക്കാരൻ. എൻ്റെ പെങ്ങൾക്കൊക്കെ വരണമെന്നുണ്ട്, പക്ഷെ എൻ്റെ പെങ്ങൾ വരൂല. ഞാൻ കാരണം മേലിൽ എൻ്റെ വീട്ടിലേക്ക് വരരുതെന്നാണ് ഞാൻ പറഞ്ഞിരിക്കണത്. ഓള് വരൂല. എന്തിനാണ് തെറ്റിയത്? നിസ്സാരമായ കാര്യത്തിനാണ് തെറ്റിക്കണത്. കാലങ്ങളായിട്ട് അകന്നു നിൽക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ഉമ്മാനായിട്ട് ഞാൻ ലോക്യത്തിലല്ല, വാപ്പാനായിട്ട് ലോക്യത്തിലല്ല. ഇക്കാക്കാനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക എങ്ങട്ടെ പോയിരുന്നത്, അസ്സലാമു അലൈക്കും ഇക്കാക്കാനോട് പറയാൻ കഴിയണില്ല. ഖൽബ് കർത്തു. നമ്മുടെ കാക്ക ജ്യേഷ്ഠൻ ഇങ്ങോട്ട് വരിക, കാക്ക എങ്ങട്ടെ പോയിരുന്നത് ചോദിക്കാൻ കഴിയണില്ല. കാക്കാന്റെ മുഖവും അനുജന്റെ മുഖവും പരസ്പരം കാണുമ്പോൾ ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് ആകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആളാണ് നമ്മുടെ വാപ്പാന്റെ പെങ്ങള്, അമ്മായി. നമ്മുടെ വാപ്പയും അമ്മായിയും ഒരേ ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നിന്ന് പോന്നവരാ. അമ്മായിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഈ കുടുംബ ബന്ധങ്ങൾ മുറിച്ചവൻ ആരോ കുടുംബ ബന്ധം മുറിച്ചവൻ, അവനിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂലെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ഞാനാണ് കുടുംബ ബന്ധം മുറിച്ചതെങ്കിൽ എന്നേട്ടുള്ള ബന്ധം അല്ലാഹു മുറിച്ചു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ നോമ്പ് വെച്ചിട്ടും നിസ്കരിച്ചിട്ടും ഇടക്കിടക്ക് ഇങ്ങനെ ഉംറക്ക് പോകും ചില ആൾക്കാർ. ഇടക്കിടക്ക് ഇങ്ങനെ ഉംറക്ക് പോകും. കൊല്ലത്തിൽ 4 വട്ടം ഉംറക്ക് പോകും ചില ആൾക്കാർ. കായുണ്ടല്ലോ ഇഷ്ടം പോലെ. ഗവൺമെന്റിന് കണക്ക് കൊടുക്കാം, അള്ളാഹിനോട് കണക്ക് ബോധിപ്പിക്കട്ടെ. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ ഉംറക്ക് പോകും. എന്നാൽ അയലോക്കത്തുള്ള ഒരു ചെങ്ങായനെ ഉംറക്ക് പറഞ്ഞേക്കോ? പാവം, ഭാര്യയും ഭർത്താവും ഉണ്ട് അയലോക്കത്ത്. ഉംറക്കൊന്നും പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. ഓലൊന്നും ഈ കായ് കൊടുത്തിട്ട് പറഞ്ഞേക്കോ? ഇല്ലല്ല. ഓലോട് കൊല്ലം പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പോകട്ടോ 2-3 വട്ടം. ഓല് നല്ല തീർക്കൂല അവർക്ക് വേണ്ടി. എടാ മനുഷ്യന്മാര്, ഞാൻ പറയണത് അങ്ങനെ ഉംറക്ക് പോയിട്ടും ഹജ്ജ് ചെയ്തിട്ടും ഒന്നും കാര്യമില്ല. എന്തില്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാത്ത ഒരു വിഭാഗം ആളുകളാണ് കുടുംബ ബന്ധം മുറിച്ചോര്. അവരുടെ ദുആക്ക് ഇജാബത്ത് കിട്ടൂല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് വയലു പറഞ്ഞു. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും മഹ്ശറിനെ കുറിച്ചും അള്ളാന്റെ റസൂല് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങളെല്ലാവരും ആ വയലിങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കവേ ഇഞ്ഞ് നമ്മളൊന്ന് ദ്വയർക്കാൻ പോവുകയാണ്. വയല് തീർന്നു, ഇഞ്ഞ് നമ്മളൊന്ന് ദ്വയർക്കാൻ പോവുകയാണ്. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയാ, നമ്മൾ ഇനി വയലൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ ദ്വയർക്കാൻ പോവുക. നിങ്ങളോട് കാര്യം പറയണത് എന്താ? ലാ യുജാലിസുനാ, നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കാൻ പാടില്ല. ഖാതിഉ റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ആരെങ്കിലും കുടുംബങ്ങളായിട്ട് അകന്ന് നിൽക്കുന്ന ആളുകൾ, ലോകില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുക. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു. റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറുപ്പക്കാരനെ വിളിക്കാൻ ഒരുങ്ങവേ ആ ചെറുപ്പക്കാരൻ വളരെ വേഗത്തിലോടി. പിന്നാക്കോട് ഞാരുമില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ തീരാൻ നേരത്ത് ആ ചെറുപ്പക്കാരൻ വന്നു. ഞാൻ എൻ്റെ അമ്മത്ത്, ഞാൻ എൻ്റെ അമ്മായി, ഒന്നുകിൽ ഇളയമ്മ അല്ലെങ്കിൽ അമ്മായി, രണ്ടാലൊരാളുമായി അകന്നു നിൽക്കുകയായിരുന്നു. ഹബീബായ നബിയെ, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുഹദറത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോയി അവർക്ക് സലാം പറഞ്ഞു. അവരുമായി ഞാൻ ലോക്യമായതിന് ശേഷമാണ് ഈ സദസ്സിൽ വന്നിട്ടുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? ഞാൻ ഓടിയത് ഇന്നതിനാണ് ഞാൻ ഓടിയത്. ദുആ തീർന്നതിന്റെ മുമ്പ് ഞാനിതാ വന്നിക്കണു, ഞാൻ ഇരുന്നോട്ടെ,
ഞാൻ ലോകിയായിട്ടാണ് വന്നിക്കണത്, അള്ളാഹുവിൻ്റെ റസൂൽ ഇരുന്നോളാൻ പറഞ്ഞു. എന്താ മനസ്സിലായി? ഇനി ഒരു സംഭവം നോക്ക്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറയുടെ 1-ാം പടിയിലേക്ക് കയറി. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ആ വടി ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കയറിയപ്പോ വഅലൈക്കും അസ്സലാം ആമീൻ പറഞ്ഞു. 2-ാമത്തെ പടിയിലേക്ക് കയറിയപ്പോ ആമീൻ. 3-ാമത്തെ പടിയിലേക്ക് കയറിയപ്പോ ആമീൻ. നിസ്കാരം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം തീർന്നു. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. ആ ദിവസത്തിലാണുള്ളത് ഈ സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചുറ്റും സഹാബത്ത് കൂടി നിന്നു. അല്ലാഹുവിൻ്റെ റസൂലേ, സാധാരണ വെള്ളിയാഴ്ച ഖുതുബക്ക് കയറുമ്പോ അലൈക്കും അസ്സലാം ആമീൻ എന്നൊന്നും പറയാറില്ലല്ലോ. ഇപ്പൊ 3 പടിയിൽ കയറിയപ്പോഴും അള്ളാഹിന്റെ റസൂൽ ആമീൻ എന്ന് പറയാൻ കാരണം എന്തേ? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കലേക്ക് വന്നു. സഹാബത്തിനോട് നബി പറയുകയാണ്. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ദുആ ചെയ്യാൻ പോവുകയാണ്, തങ്ങൾ ആമീൻ പറയണം. അസ്സലാമു അലൈക്കും എന്ന് ജിബ്രീൽ പറഞ്ഞു. ഞാൻ ദ്വാരക്കാൻ പോകുക, തങ്ങൾ ആമീൻ പറയണേ എന്ന് പറഞ്ഞു. 1-ാമത്തെ പടിയിലേക്ക് കയറിയപ്പോൾ ജിബ്രീൽ ദുആ ചെയ്തതെന്താ? അല്ലാഹുവിൻ്റെ റസൂലെ, പരിശുദ്ധ റമളാൻ മാസം സമാഗതമായി. ആ റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കാതെ സൽക്കർമ്മങ്ങൾ ചെയ്യാതെ ആ റമളാൻ ഏതൊരാളിൽ നിന്ന് കേടായിക്കൊണ്ട് വിട പറഞ്ഞു പോയോ അവനിൽ അല്ലാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. ജിബ്രീൽ പറഞ്ഞു, ഞാൻ ആമീൻ പറഞ്ഞു. റമളാൻ വന്നിട്ട് ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ, അയാൾക്ക് രോഗമല്ല, അയാൾ യാത്രക്കാരനല്ല, ഒരു കുഴപ്പമില്ല, അയാൾ നോമ്പുമില്ല, സൽക്കർമ്മങ്ങളൊന്നും അയാൾ ചെയ്തില്ല. അങ്ങനെ റമളാൻ അയാളിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ അയാളിൽ അള്ളാഹുവിന്റെ കോപമുണ്ടാവട്ടെ, ശാപമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ ദ്വാരന്നു. ഞാൻ ആമീൻ പറഞ്ഞു. ഖാല റസൂലുള്ളാഹി. 2-ാമത്തെ പടിയിലേക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഞാനങ്ങ് കയറിയപ്പോ വയസ്സായ മാതാപിതാക്കൾ ഒരാൾക്കുണ്ട്. ആ മാതാപിതാക്കളുടെ പൊരുത്തവും സമ്പാദിക്കാതെ ഏതൊരുവനിൽ നിന്നും മാതാപിതാക്കൾ വിട പറഞ്ഞു പോയോ അവനിലും അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ജിബ്രീൽ ദുആ ചെയ്തു, ഞാൻ ആമീൻ പറഞ്ഞു. മാതാപിതാക്കളുടെ പൊരുത്തവും സമ്പാദിക്കാത്ത നിലയിൽ ഏതൊരുവനിൽ നിന്ന് മാതാപിതാക്കൾ വിട പറഞ്ഞു പോയോ അവനിൽ അള്ളാഹുവിന്റെ കോപമുണ്ടാകുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ശ്രദ്ധിക്കണം, കൈ ഉയർത്തിയിട്ട് കാര്യമില്ല. ആരുടെ പൊരുത്തവും വേണം? മാതാപിതാക്കളുടെ പൊരുത്തവും വേണം. 3-ാമത്തെ പടിയിലേക്ക് ഞാൻ കയറിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് ഒരാൾ കേട്ടു, മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അവന് സലാത്ത് ചെല്ലാൻ കഴിഞ്ഞില്ല. സലാത്ത് ഇല്ലില്ല. സലാത്ത് ചെല്ലാൻ അവർക്ക് അറിയായിട്ടല്ല, സലാത്ത് ഇല്ലില്ല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സലാത്ത് ചെല്ലാത്തവന്റെ പേരിലും അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ജിബ്രീൽ ദുആ ചെയ്തു, ഞാൻ ആമീൻ പറഞ്ഞു. ഇതാണ് ആമീൻ പറയാൻ കാരണം. ഞാൻ പറഞ്ഞു വന്നത്, 1, കുടുംബ ബന്ധം മുറിച്ചവനിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. 1 നല്ല ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇതിലൊരു ഈഗോയുടെ പ്രശ്നമൊന്നുമില്ല. ആരേട്ടാണ് നമ്മൾ അകന്ന് നിൽക്കുന്ന വെച്ചാൽ അവരായിട്ട് നമ്മൾ ലോകിയാവും. ഹജ്ജിന് പോകുമ്പോൾ ചില ആൾക്കാരുണ്ട്, ഹജ്ജിന് പോകുമ്പോൾ ലോകിയാവും, എല്ലാവരും നടന്ന് ലോകിയാവും. ഹജ്ജ് മാത്രം സ്വീകരിച്ചാൽ മതിയോ? നിസ്കാരം സ്വീകരിക്കണ്ടേ? ചിലർ ഹജ്ജിന് പോകുമ്പോൾ കാണാൻ എല്ലാവരായിട്ടും പോയിട്ട് ലോകിയാകും. ഹജ്ജ് ഇസ്ലാമിന്റെ എത്രാമത്തെ ഫർള? അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യത്തി കുല്ലിഹ. തടി കൊണ്ടെടുക്കുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് നിസ്കാരല്ലേ? ആ നിസ്കാരം കഴിച്ചിട്ടല്ലേ ഹജ്ജ് വരുന്നുള്ളൂ. ഇവിടെ നിസ്കരിക്കുമ്പോൾ തന്നെ അടുത്ത സെഫിൽ തൊട്ടടുത്ത ഒരാൾ നിൽക്കുന്നുണ്ട്. എളാപ്പാടെ മകനാ നിൽക്കുന്നത്. എളാപ്പാടെ മകൻ, ഓന്റെ വാപ്പിയും ഏട്ടനും അനുജനാ. ആ മകനാണ് നിൽക്കുന്നത്, എൻ്റെ അനുജനാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ മുഴുവനും ഇവനെ കുറിച്ചിട്ടുള്ള ഇവരെ കട്ടകാല എരുത്തന്നെ വന്ന് നിൽക്കേണ്ട ആവശ്യം നമുക്കിന് കേട്ടാ. എൻ്റെ മനസ്സിൽ മുഴുവനും ഇതാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ആ നിസ്കാരത്തിൻ്റെ ആരംഭത്തിൽ സുന്നത്തായിട്ട് നമ്മൾ പറയണത്
ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് പടച്ചോനെ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു റബ്ബേ. ഇവന്റെ മനസ്സിൽ മുഴുവനും ശൈത്താനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇടത്തോട്ട് കുറച്ചേ സലാം കിട്ടിയുള്ളൂ, കാരണം ഇപ്പം പഠിക്കുക. അസ്സലാമു അലൈക്കും. ഇവന്റെ മനസ്സിൽ മുഴുവനും ശൈത്താനാണ്. ഇവനാണ് അള്ളാഹിനോട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞത്. എന്താണ് അലാ ഉഖ്ബിറുകും ബി അഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ. അലാ ഉഖ്ബിറുകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ, ബി അഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ, നിസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും സദഖയേക്കാളും പുണ്യമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. സഹാബത്തിനോട് ചോദിക്കാം, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാം, നിസ്കാരത്തിനേക്കാളും നോമ്പിനേക്കാളും സദഖയേക്കാളും പുണ്യമുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അതിനൊക്കെ പുണ്യമുണ്ട്. നിസ്കാരത്തിന് 90% കൂലിയുണ്ട് നോക്കാം. ഉഖ്ബിറുകും ബി അഫ്ളല മിൻ ദറജത്തി സിയാമി, നോമ്പിന് 92 കൂലിയുണ്ട് നോക്കാം. സദഖക്ക് 95 കൂലിയുണ്ട് നോക്കാം. അലാ ഉഖ്ബിറുകും ബി അഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ, ഈ കാര്യങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. ഖാലു, സഹാബത്ത് പറഞ്ഞു, അതേ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. ഇസ്ലാഹു ദാത്തിൽ ബൈൻ, കുടുംബബന്ധം മെച്ചപ്പെടുത്തലാണ്. ഖാല റസൂലുള്ളാഹി. കണ്ടാ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നിസ്കരിക്കാൻ വേണ്ടി രാവിലെ ആ ദശമി ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പോരുമ്പോ ആരുടെ മരത്തിൽ കൂടെ പോരുന്നത്? എടാ, നമ്മുടെ ചോരയിലാണ് ഈ കാണുന്ന വീട്ടുകാരെ കൊല്ലം മരത്തിൽ കൂടെ പോരുന്നത്. എടാ, ഞാൻ പറയണത് അവരായിട്ടൊന്ന് ലോകി ആവണോ ആദ്യം? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ കുടുംബ ബന്ധം മുറിച്ചവനിലേക്ക് റഹ്മത്ത് ഇറങ്ങൂല, മാതാപിതാക്കളിലേക്ക് അകന്നു നിൽക്കുന്നവനിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. ഖൽബ്, കടുത്തുപോയ ഖൽബ്, കറുത്തുപോയ ഖൽബ്. ചില ആളുകളുടെ ഖൽബ് എപ്പോഴും കറുത്തിട്ടാവും. ഹസദ് കൊണ്ടും പക കൊണ്ടും നിഫാക്ക് കൊണ്ടും ഉജ്ബ് കൊണ്ടും ഏത് സമയം ആ ഖൽബിന്റെ ആ കറുപ്പ് ചില ആളുകളുടെ മുഖത്ത് ഇങ്ങനെ കാണാം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഖൽബിന്റെ കറുപ്പ് ചില ആളുകളുടെ മുഖത്ത് ഇങ്ങനെ കാണാം. റഹ്മാനായ റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഈ ഒരു ചരിത്രം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളെ പറ്റി സഹാബത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അള്ളാഹിന്റെ റസൂലിനോട്. ഇന്നാലിന്ന ആളില്ല, നമ്മൾ ഇന്നാലിന്ന ഒരാളുണ്ട് അള്ളാഹിന്റെ റസൂലെ, മൂപ്പര് നല്ല മനുഷ്യനാ, നല്ല ഇബാദത്തുള്ള ആളാ, നല്ല റാഹത്തുള്ള ആളാ. ആ ആളെ പറ്റിയിട്ട് അള്ളാഹിന്റെ റസൂലിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ റസൂൽ അങ്ങനെ കേട്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. എന്താ? യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ അവകാശിയായ ഒരാളിപ്പം അങ്ങോട്ട് കടന്നു വരും കേട്ടോ. സഹാബത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. സ്വർഗത്തിന്റെ അവകാശി അള്ളാഹിന്റെ റസൂലാണല്ലോ പറയണത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോ ഇതാപ്പോ ആള് കടന്നു വന്ന് നോക്കുമ്പോ ഈ ആളാണ്. ആള് നമ്മുടെ ഇന്ന ആളെന്ന് പറയില്ലേ എന്ന പോലെ ഈ ആളാ അത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കൂടെ റസൂലുള്ള അങ്ങനെ ഇരിക്കുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഈ സദസ്സിലേക്ക് കടന്നു വരും. ആ ആളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ റസൂല് രണ്ടാമതും പറഞ്ഞ മനുഷ്യൻ ആ മനുഷ്യൻ തന്നെയാണ്. മൂന്നാമത് മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എല്ലാ ആളുകളും നിറഞ്ഞിരിക്കുന്ന സന്ദർഭത്തില് ഓടി വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് ഒരു മനുഷ്യൻ ഓടി വരുന്നുണ്ട്. കാലൊക്കെ കഴുകിയിട്ട് വേഗം ഓടി വരും പോലെ ഒരാളിങ്ങനെ ഓടി വരുന്നുണ്ട്. ആ ഓടി വരുന്ന ആളെ നോക്കി അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഇതാ ഒരു മനുഷ്യൻ ഇതാ ഓടി വരുന്നു, ആ ആളെ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, സ്വർഗത്തിന്റെ അവകാശിയാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ആ ആളെന്നെ ഈ ആള്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസി എന്നാണ് എൻ്റെ പേര്. ഒരു സഹാബി പറയുകയാണ്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസി എന്ന് പറയുന്ന ഈ സഹാബി പറയാണ്,
ഇതിന്റെ കാരണമൊന്ന് കണ്ടുപിടിക്കണം. നിങ്ങളെ എന്താണ് അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറയാൻ കാരണം എന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രഹസ്യമായി മൂപ്പരോട് പറഞ്ഞു, ഞാനൊരു 3 ദിവസം വീട്ടിലേക്ക് പോണില്ല. എൻ്റെ വീട്ടിലേക്ക് ഞാൻ 3 ദിവസം പോണില്ല. ഞങ്ങളുടെ കൂടെ ഒരു 3 ദിവസം താമസിക്കട്ടെ. അള്ളാന്റെ റസൂൽ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ ഈ മനുഷ്യന്റെ കൂടെ ഞാൻ നിങ്ങളെ കൂടെ ഞാൻ 3 ദിവസം താമസിക്കട്ടെ. ഓ അൽഹംദുലില്ലാ, താമസിച്ചോളി. രാവും പകലും ആ മനുഷ്യന്റെ കൂടെ താമസിച്ചു 3 ദിവസം. 3 ദിവസം താമസിച്ചിട്ടും ഇവരൊന്നും ചെയ്യാത്ത യാതൊരു കാര്യവും മൂപ്പര് ചെയ്യണത് കണ്ടില്ല. ഒരു പ്രത്യേകമായ ഒരു ഇബാദത്തും ചെയ്യണത് കണ്ടില്ല. എന്തെങ്കിലും പ്രത്യേകം ഇബാദത്ത് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കി, പക്ഷെ ഒന്നും കാണാനില്ല. 3-ാമത്തെ ദിവസം വിട പറയുന്ന സന്ദർഭത്തില് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ ആ സഹാബിയോട് ചോദിച്ചു, ഞാൻ 3 ദിവസവും നിങ്ങളുടെ പിന്നാലെ കൂടാൻ കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വർഗത്തിന്റെ അവകാശിയായത് എന്ന് പരിശോധിക്കാനായിരുന്നു. എനിക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ആ സഹാബി പറയുകയാണ്, എൻ്റെ ഒരു പ്രത്യേകതയും എനിക്കില്ല. നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യണില്ല. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ കൽബിലേക്ക് കിബർ വന്നിട്ടില്ല, ഹസദ് വന്നിട്ടില്ല, നിഫാഖ് വന്നിട്ടില്ല, ഉജുബ് വന്നിട്ടില്ല. എൻ്റെ കൽബ്, ഞാൻ ഇന്ന് വരെ അഹങ്കരിച്ചിട്ടില്ല. ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യനെ കുറ്റി ഗീബത്ത് നമീമത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് വരെ ഒരു ഹസദ്, ഒരു മനുഷ്യനെ കൊണ്ട് അസൂയ എൻ്റെ കൽബിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ കൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാഫായ ക്ലിയറായ തെളിവായ ഒരു കൽബ, മറ്റൊന്നും എൻ്റെ കൽബിൽ വന്നിട്ടില്ല. ഇന്ന് വരെ ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മനുഷ്യനോട് ഈ മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. സുദീർഘമായ സംഭവം ഇത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് അംർ ഇബ്നുൽ ആസ്, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മടങ്ങിച്ചെന്നു. ഞാൻ പറയണത് കൽബ് ക്ലിയർ ആയിട്ട് മേൽ പറയപ്പെട്ട കുറ്റങ്ങളും തെറ്റുകളൊന്നും ചെയ്യാതെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുമ്പോൾ അള്ളാഹു ഉത്തരം ചെയ്യും. ഇത് ദുആയുടെ മാസമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി കൊടുക്കുന്ന മാസമാണ് ഈ മാസം. അതുകൊണ്ട് വാരിക്കോരി എടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബേ, ഈ പരിശുദ്ധ റമദാനിൻ്റെ ശ്രേഷ്ഠമായ ഈ ദിവസം നിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ സുഖലോക സ്വർഗത്തിലും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരും മഹദികളും സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുമക്കൾ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധ റമദാൻ ഖൈറായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ നബിയോടൊപ്പം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا رب صل عليه وسلم. ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.